പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും ഈശോയിലേക്ക് നോക്കിക്കേ. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുക. ഈശോ അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുക. നിങ്ങളെല്ലാവരെയും കർത്താവ് സ്നേഹിക്കുകയാണ്. എല്ലാ പീഡകളും തടസ്സങ്ങളും ബന്ധനങ്ങളും ഇന്ന് എടുത്തു മാറ്റും. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. വിശ്വാസത്തോടെ ഈശോയേന്ന് വിളിച്ചാൽ മതി. ഈ ഒരു കൂട്ടായ്മ ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾ, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾ എല്ലാം ഇന്ന് അച്ഛന് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ആദിവ്യാധികളും തകർച്ചകളും ക്ഷീണവും ആകുലതകളും അസ്വസ്ഥതകളും എല്ലാം കർത്താവിന് കൊടുക്കുക. എല്ലാം പരിപൂർണമായ വിടുതൽ ഇന്ന് നടക്കും. വിശ്വസിച്ചാൽ മതി മക്കളെ. വിശ്വസിച്ചാൽ ഈശോ ദിവ്യകാരുണ്യത്തിൽ സത്യമായിട്ടും എഴുന്നള്ളിയിരിക്കുക. ഹല്ലേലൂയ. കർത്താവേ, നന്ദി കർത്താവേ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ഒരുപാട് നിയോഗങ്ങളാണ്. പ്രത്യേകിച്ച് എല്ലാ തടസ്സം മാറ്റി അനുഗ്രഹിക്കണമേ. പിന്നെ കുറേ വ്യക്തികളുടെ കല്യാണം നടക്കണമേ. അതുപോലെ തന്നെ സ്ഥലവും വീടും വേണം കർത്താവേ. നോക്കിക്കേ, അവരെ തടസ്സപ്പെടുത്തി കിടക്കുന്ന ദുരാത്മാക്കൾ ഇന്ന് ബന്ധിക്കപ്പെടണം. അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പല ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുകയാണ്. കർത്താവേ, കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അതുപോലെ ഒരു വ്യക്തി എഴുതിയിരിക്കുന്നത്, എനിക്ക് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും നൽകണമേ. ഈ പ്രാർത്ഥനയെ പതിവായി കൂടുന്ന എല്ലാ കുടിയേറ്റ കർഷകരെയും ഈശോ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുക. വന്യമൃഗങ്ങൾ, വിളവിന് വിലയില്ല. കാർഷിക മേഖലയിൽ പണ്ട് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ മൂലം സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രത്യേകം കുടിയേറ്റ കർഷകരുടെ കാർഷിക മേഖലകളിലുള്ള തടസ്സങ്ങൾ, വന്യമൃഗങ്ങൾ, ക്ഷുദ്രജീവികൾ, പ്രകൃതി വിരുദ്ധ ശക്തികൾ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ, കർത്താവേ, ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ വിഭാഗം തൊഴിലാളികൾക്ക് വേണ്ടി, ജോലിക്കാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ജോലി കിട്ടാതെ ഇന്ന് ഞാൻ കോഴിക്കോട് കുരിശുപള്ളിയിൽ കുർബാന അർപ്പിച്ചപ്പോൾ അനേകം പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഇവിടെ കോഴിക്കോട് കുരിശുപള്ളി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മാവ് റോട്ടിൽ കൽക്കുരിശ് വളരുന്ന പള്ളിയാണ്. നാനാജാതി മതസ്ഥർ അവിടെയാണ് ഇന്ന് ഞാൻ കുർബാന അർപ്പിച്ചത്. അപ്പോൾ ഒരുപാട് പേര് നാനാജാതി മതസ്ഥർ ബ്ലെസ്സിങ്ങിന് വേണ്ടി വന്നപ്പോൾ അവരൊരുപാട് പേര് പറഞ്ഞ, ചെറുപ്പക്കാർ പറഞ്ഞു, അച്ഛൻ ജോലിയില്ല, ജോലി തടസ്സം നേരിടുക, കല്യാണം തടസ്സം നേരിടുക, ഒരു ജീവിത പങ്കാളിയെ കിട്ടണം, ഒരു നല്ല ജോലി കിട്ടണം. അപ്പോൾ ആ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന ചിലർ, ഞാൻ അവരുടെ മുഖമൊക്കെ കണ്ട്, അസ്വാഭാവികമായ തടസ്സങ്ങൾ അതൊക്കെ, അതായത് പ്രകൃതി വിരുദ്ധ ശക്തികളാണ് അവരെ തടസ്സപ്പെടുത്തുന്നത്. കാരണം ജോലി കിട്ടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അത് കിട്ടുന്നില്ല. ഒരു മകൾ പറഞ്ഞ, വെച്ചാൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ നിന്ന് ജോലി സാഹചര്യങ്ങൾ വിട്ടുമാറിയ, സ്കൂളിൽ ജോലിക്ക് വേണ്ടി, മറ്റു പല സ്ഥാപനങ്ങൾ ജോലിക്ക് വേണ്ടി, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ തന്നെ ഒത്തിരി പേര് കത്തുകളിലൂടെയൊക്കെ എഴുതി അയക്കുന്നത് ജോലി തടസ്സം മാറാനായിട്ടാണ്, കല്യാണ തടസ്സം മാറാൻ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 20 വർഷം കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, റെയിൽവേയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരോട് പ്രാർത്ഥന സഹായം ചോദിച്ച് ഇവിടെ വരികയുണ്ടായി. ഈശോയെ, അവരെ ഇന്ന് തൊടണം. അവരെ മാത്രമല്ല, കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും മകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ ഗർഭപാത്രം ഇന്ന് ആശീർവദിക്കപ്പെടണം. ആ ദമ്പതികളുടെ സ്നേഹം ഫലദായകമായി മാറണം. അത് തടസ്സപ്പെടുത്തുന്ന എല്ലാ ദുരാത്മാക്കളും വിട്ടുമാറട്ടെ. ഈശോ, വിവാഹം നടക്കാത്ത എല്ലാ മക്കളെയും സമർപ്പിക്കുക. എത്ര പേരെ വിവാഹം നടക്കാതെ 40, 37, 38, 42 ഒക്കെ ആയിട്ടുള്ള മക്കള്, ഈശോ ഇടപെടുന്ന ഒരു വ്യക്തി എഴുതിയിരിക്കുക, ഈശോ, പാപിയായ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. കുടുംബത്തിൻ്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. വിദേശത്തായിരിക്കുന്ന ഭർത്താവിനെ മക്കളെയും അനുഗ്രഹിക്കണമേ. വിദേശത്തുള്ള എത്രയോ പേരുണ്ട് ജോലി തടസ്സങ്ങൾ നേരിടുന്നു, സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട്, ദമ്പതികളുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾ വിചാരിക്കുന്ന പോലെ, നമ്മളിവിടെ ആഗ്രഹിക്കുന്ന പോലെ പഠിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ബന്ധനങ്ങളാണ് വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അനുഭവിക്കുന്നത്. അവരെല്ലാവരെയും സമർപ്പിക്കുക. ഒരു വ്യക്തി എഴുതിയിരിക്കുക, ഈശോ,
മക്കളെ ഓർത്ത് വിഷമിക്കുന്ന എൻ്റെ കണ്ണുനീർ കാണണമേ. മക്കൾക്ക് നല്ല ജോലിയും ജീവിതവും കൊടുക്കണമേ. ഇതൊരു അമ്മയുടെ മാത്രം പ്രാർത്ഥനയല്ല, ഒരപ്പൻ്റെ മാത്രം പ്രാർത്ഥനയല്ല. ആയിരക്കണക്കിന് അപ്പന്മാരുടെയും ആയിരക്കണക്കിന് അമ്മമാരുടെ പ്രാർത്ഥനയാണ്. അവരുടെ മേലുള്ള ശാപങ്ങളും അവരുടെ മേലുള്ള ബന്ധനങ്ങൾ, അവരുടെ മേലുള്ള കൂടോത്രങ്ങൾ, അവരുടെ മേലുള്ള പ്രകൃതി വിരുദ്ധ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറണം. എൻ്റെ മകളുടെയും കുഞ്ഞിൻ്റെയും അസുഖം മാറ്റിത്തരണമേ. അസുഖങ്ങൾ, തീരാവ്യാധികൾ, മാറാ രോഗങ്ങൾ, ക്ഷീണം, തളർച്ച, ലിഗമെന്റിന്റെ പ്രശ്നങ്ങൾ, മുട്ടുവേദന, വേരിക്കോസ്, അലർജി രോഗങ്ങൾ, തലവേദന, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത പീഡകൾ സാത്താൻ്റെ ഇടപെടൽ കൂടിയാണ് എന്ന് തിരിച്ചറിയണം. യേശുവിൻ്റെ നാമത്തിൽ ആ സാത്താനെ ബന്ധിക്കുക. ഡോക്ടർമാർ തരുന്ന മരുന്നുകൾ ആശീർവദിക്കപ്പെടട്ടെ. ഈശോ അവിടുന്ന് ഫലദായകമാക്കണമേ, അനുഗ്രഹദായകമാക്കണമേ മരുന്നുകളെ. കടബാധ്യത, ഈശോ ഇത്രയും കുടുംബങ്ങളെ ഇന്ന് പ്രാർത്ഥന കയറുന്നതിന് മുമ്പ് തന്നെ ഒരു മകൻ പറഞ്ഞു, അച്ഛാ അവനൊരു സ്ഥാപനമുണ്ട്, പക്ഷെ കടം കാരണം അവന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കടബാധ്യത എത്രയോ കുടുംബങ്ങളെ ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെയാ. സാത്താൻ ഇങ്ങനെ വിടുന്നില്ല. യേശുവെ, ഇന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ആ തൊണ്ടയിൽ പിടികൂടിയിരിക്കുന്ന ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരീക്ഷകളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തിൻ്റെ കച്ചവടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബ സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആദിവ്യാധികൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വചനം, യേശുവേ കർത്താവേ അവിടുന്ന് ഇടപെടണമേ. വചനം നമുക്ക് ലഭിച്ചിരിക്കുന്നത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 1, 2, 3 അധ്യായങ്ങളാണ്. എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. സക്കറിയ പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സിയോനെ പ്രതി അസഹിഷ്ണുവായിരിക്കുന്നു, അവൾക്ക് വേണ്ടി ക്രോധത്താൽ ജ്വലിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് വരും, ജെറുസലേമിൻ്റെ മധ്യ വസിക്കും. ജെറുസലേം വിശുദ്ധ നഗരമെന്നും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ പർവ്വതം വിശുദ്ധഗിരി എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മളോടുള്ള സ്നേഹം, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം, പുതിയ ജെറുസലേം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്, നമ്മുടെ ഹൃദയങ്ങളാണ്. ആ പുതിയ ജെറുസലേമിലേക്ക് വസിക്കാൻ ദൈവം ആഗ്രഹിക്കുക. അവിടെ വസിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ദൈവം അസഹിഷ്ണുവായിട്ട് മാറുന്നത്. അത്രമാത്രം സ്നേഹമാണ്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള സ്നേഹം. ഒരു പടി കർത്താവിനോട് ചേർന്ന് നിന്നാൽ കർത്താവ് 2 പടി നമ്മുടെ അടുത്തേക്ക് വരും. അതാണ് കർത്താവിൻ്റെ സ്നേഹം. അതിന്ന് വിടുതൽ നൽകുന്നതിന് കാരണമാകിയ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ ശക്തി, 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 ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കം 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 ഹോളി സ്പിരിറ്റ്, ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, ശക്തി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖേലിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും മാമോദീസയിലൂടെ പൗരോഹിത്യത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടെ ഞാൻ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാൻ, അവരുടെ ജീവിതത്തെ തീരാവ്യാധികൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, പീഡകളും ആപത്തുകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും സങ്കടങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, അലർജികളെ, തുമ്മലുകളെ, മാറാരോഗങ്ങളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളെ പരസ്യമായി ഞാൻ ബഹിഷ്കരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പരസ്യമായി തിന്മയുടെ രൂപികളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ഈ ദൈവജനത്തിൽ നിന്ന് വിട്ടുമാറാൻ ഉച്ചാടനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ മക്കളിൽ നിന്ന് നിങ്ങളെ ഞാൻ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച്
ഈ മക്കളുടെ ജീവിതത്തിൽ നിന്നും തിന്മയുടെ അരൂപികളെയും നാശകരമായ ജീവികളെയും പ്രകൃതി വിരുദ്ധ ശക്തികളെയും പൈശാചിക ബന്ധനങ്ങളെയും നിർവീര്യമാക്കി കളയുന്നു. ഓ come sorgendo della misericordia per noi, confidiamo in te Gesù, caccia via da loro le forze del male, annientale, distruggile, perché questo popolo possono stare bene e operare bene. Hallelujah, hallelujah. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പറമ്പിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിന്മയുടെ അരൂപികളെല്ലാം യേശു നാമത്തിൽ ഉച്ചാടനം ചെയ്യപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.